ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/9/2025 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ എക്സാമിനായിട്ട് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതായത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിച്ചു, എൻ്റെ യോഗ്യത ഇന്നതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതാണ് ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 185/2025 ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 മുതൽ 1,10,300 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. നല്ലൊരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതിന്റെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ PSC പറയുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ഓർ ഇൻ ഫോറൻസിക് സയൻസ് ഓർ ബയോകെമിസ്ട്രി. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കെമിസ്ട്രിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുമായിട്ട് തത്തുല്യമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫോറൻസിക് സയൻസിലോ ബയോകെമിസ്ട്രിയിലോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ approved by any university in Kerala obtained after a regular course of study with 50% of mark. ഈ ഒരു കണ്ടീഷനും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, എൻ്റെ യോഗ്യത ഇന്നതാണ്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് വന്നിരുന്നു. അപ്പോൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും PSC അപ്രൂവ് ചെയ്യാറുണ്ട് കോഴ്സുകൾ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അപ്ലൈ നൗ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇൻ കേസ് അപ്ലൈ ഇന്നെലിജിബിൾ ആണെന്ന് കാണിക്കുവാണെങ്കിൽ വൈ ഐ ആം ഇന്നെലിജിബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ ഇക്വലന്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ കാണിക്കും, ഓപ്ഷൻസ് കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഇന്നെലിജിബിൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രണ്ട് കണ്ടീഷൻസും ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ടും ഇന്നെലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം നടന്ന ടൈമിൽ PSC അപ്രൂവ് ചെയ്ത ഇതിന്റെ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MSc കെമിസ്ട്രി ആണ് ആസ് പെർ സ്പെഷ്യൽ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി ഓർ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി, MSc കെമിസ്ട്രി ഓർ ഓർഗാനിക് കെമിസ്ട്രി, BSc MSc ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി, BSMS ബാച്ചുലർ ഓഫ് സയൻസ് മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് കെമിസ്ട്രി, PhD സയൻസ് കെമിസ്ട്രി. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് കഴിഞ്ഞ തവണ ഈ എക്സാം നടന്ന ടൈമിൽ PSC അപ്രൂവ് ചെയ്ത ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഇതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇൻ കേസ് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ഓപ്ഷനായ വൈ ഐ ആം ഇന്നെലിജിബിൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇക്വലൻസി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് വേണം നമ്മൾ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രി പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സയന്റിഫിക് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരായിരുന്നു നിങ്ങൾ പലരും. അപ്പം ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, എന്തായിരിക്കും ഇതിന്റെ സിലബസ്, എങ്ങനെയാണ് നേരത്തെ എക്സാംസ് നടന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു ഫ്രീ വെബിനാർ നമ്മൾ ഓഗസ്റ്റ് മാസം 2-ാം തീയതി, അതായത് ഇന്ന് രാത്രി 8 മണിക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതിൻ്റെ എക്സാം പാറ്റേൺ, ഒരു സ്റ്റഡി സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് ആ ഒരു വെബിനാറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസറിനായിട്ട് ഇന്റൻസീവ് കോച്ചിങ് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ മെന്റർ സപ്പോർട്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ കണ്ടന്റുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.